അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? വയനാടിനെക്കുറിച്ച് ഒരല്പം നമുക്ക് സംസാരിക്കാം. നിസ്സാഹകരായി നിലവിളിക്കുന്ന മനുഷ്യർ, പ്രതീക്ഷ വറ്റി കരഞ്ഞു തളർന്ന കണ്ണുകൾ, ഇളം ചുണ്ടിലെ പാൽമണം മാറും മുൻപ് അള്ളാഹുവിലേക്ക് മടങ്ങിയ കുഞ്ഞോമനകൾ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ, പച്ചപ്പട്ടണഞ്ഞ് കോട പുതച്ച് കിടക്കുന്ന മുണ്ടക്കൈയും ചൂരൽമലയും ഇന്ന് അങ്ങനെയൊരു നാട് ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോവും. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് കഴിയുന്ന വയനാടിൻ്റെ മക്കൾ പറയുന്ന വിഷയമൊന്ന് നിങ്ങളൊന്ന് കേൾക്കൂ. അവിടെ നീറുന്ന വാക്കുകളൊന്ന് കേൾക്കണ്ടേ? നമുക്ക് ഒന്ന് കേൾക്കൂ. എൻ്റെ ഫാമിലിന്ന് ഇപ്പോൾ അറിയപ്പെടാൻ 2 ആൾക്കാരുള്ളൂ. ബാക്കി 9 ആൾക്കാരെയും കൊണ്ടുപോയി. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്തൊരു വളരെ പ്രയാസപ്പെട്ട വാക്കാണ് ആ വാക്ക്. അള്ളാഹു അവർക്കൊക്കെ ശാന്തിയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ നാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നമ്മൾ ഉണ്ടാവുമോ എന്ന ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മിൽ പലരും പറയും, നാളെ കാണാം, നാളെ പോകാം, നാളെ വരാം, നാളെ വിളിക്കാം, നാളെ ചെയ്യാം എന്നൊക്കെ നാം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് എത്ര പേര് പറയാറുണ്ട്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മടിക്കാതെ, ഒരിക്കലും മറക്കാതെ, സഹോദരി സഹോദരന്മാരെ, ഏതൊരു കാര്യം നാം ഒരുങ്ങുമ്പോഴും ഏതൊരു കാര്യം നാളെ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് എന്നത് ആരും തന്നെ മറന്നു പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ കാര്യം. ഉറങ്ങിയാൽ ഉണരുമോ എന്ന് പോലും അറിയാത്ത നമ്മളാണ് ഉണർന്നിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നേരം കളയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താ ഉണ്ടായത്? ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖദ്ദറിൽ നിശ്ചയിക്കപ്പെട്ട, അവൻ്റെ തീരുമാനത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യം അത് കഴിഞ്ഞുപോയി, നടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കെന്താ ചെയ്യാൻ സാധിക്കുക? വയനാടിൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, വയനാടിൻ്റെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിപ്പുള്ളവർക്ക് ദുആ ചെയ്യുക, അവരെ സാമ്പത്തികമായും അവർക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോഴൊക്കെ നമ്മൾ സഹായിക്കുക, സാമ്പത്തികമായി അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നാം ഓരോരുത്തരും അതിന് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, റബ്ബിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അല്ലാഹു തആല ഇவ்விധം എല്ലാ അപകടങ്ങളിൽ നിന്നും ലോകരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ പാഠമുണ്ട് നമുക്ക് ആ ദുരന്തത്തിൽ. അല്ലാഹുവിലേക്ക് നാം അടുക്കുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, എല്ലാ സമയത്തും റബ്ബിനെ ഓർക്കുക, സദാസമയത്ത് ജീവൻ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ ഓർക്കുക, ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഓർക്കുക, ആരാണ് കേൾവി നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഓർക്കുക, കാഴ്ച നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഓർക്കുക, എല്ലാം ഔദാര്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഇങ്ങനെ സദാസമയത്ത് ഓർത്ത് അവനിലേക്ക് അടുക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.